എൻവയോൺമെൻറ്റ് ഹെൽത്ത് ഭാഗത്ത് എയർ എന്ന പോർഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വാട്ടർ കഴിഞ്ഞു, അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന പോർഷനാണ് എയർ വരുന്നത്. അപ്പം എയറിനെ കുറിച്ചും അതിൻ്റെ നമ്മളതിൽ വരുന്ന പ്രധാന പോയിൻറ്റുകൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഈ ക്ലാസ്സിനകത്തേക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് എയർ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു നിർവചനമായിട്ട് നമുക്ക് പറയാനുള്ളത്, എയർ സപ്ലൈസ് ദി ലൈഫ് ഗിവിങ് ഓക്സിജൻ. നമുക്ക് ജീവവായു ലഭ്യമാവുന്നത് എയറിൽ നിന്നാണ് അല്ലേ. ജീവവായുവായിട്ടുള്ള ഓക്സിജൻ ലഭ്യമാവുന്നത് എയറിൽ നിന്നാണ്. ജീവവായു നമുക്ക് ലഭ്യമാവുന്നത് ബേസിക്കായിട്ടുള്ള പോയിന്റുകളാണ്. ഹ്യൂമൻ ബോഡി കൂൾഡ് ബൈ എയർ കോണ്ടാക്ട്. എയർ കോണ്ടാക്ട് വഴി മനുഷ്യ ശരീരം തണുപ്പിക്കാൻ സഹായകമാകും. ഇനി എന്താ പറയുന്നത്, ഹിയറിംഗ് ആൻഡ് സ്മെൽ സ്റ്റിമുലി ട്രാൻസ്മിറ്റഡ്. നമുക്ക് കേൾക്കുവാനും അതുപോലെ തന്നെ മണത്തറിയാനുള്ള സ്റ്റിമുലികൾ എയർ വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡിസീസ് ഏജൻറ്റ് മേ ബി കൺവേർഡ്. രോഗം പരത്താനുള്ള ഡിസീസ് ഏജൻറ്റുകളും എയർ വഴി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്പോർട്ടേഷൻ നടക്കും, ട്രാൻസ്മിറ്റ് ചെയ്യും. ഇനി പൊല്യൂഷൻ ഓഡ് എയർ ബൈ ഡസ്റ്റ്. പൊല്യൂഷൻ ഓഫാണ്, ഓടല്ല. പൊല്യൂഷൻ ഓഫ് എയർ ബൈ ഡസ്റ്റ്, സ്മോക്ക്, ടോക്സിക് ഗ്യാസസ് ആൻഡ് കെമിക്കൽ വെപ്പേഴ്സ്. പൊല്യൂഷൻ ഓഫാണ് കേട്ടോ, അതിനകത്ത് ടൈപ്പിംഗ് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഓഫാണ്, ഓടല്ല, ഓഫ്. അപ്പം എയർ പൊല്യൂഷനാണത് പറയുന്നത്. ഇതുവഴിയാണ് മലിനപ്പെടുന്നത്. നമുക്ക് ഡസ്റ്റ് പൊടികൾ വഴി അത് പൊല്യൂഷൻ ഉണ്ടാവാം. പിന്നെ അതേപോലെ തന്നെ സ്മോക്ക്, പുക, ടോക്സിക് ഗ്യാസസ്. നമുക്ക് ടോക്സിക് ഗ്യാസസ് ഏതൊക്കെ, ഫാക്ടറിയിൽ നിന്നൊക്കെ പുറത്തള്ളപ്പെടുന്ന പുകയിലൊക്കെ ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള പദാർത്ഥങ്ങളുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ വാഹനങ്ങളിൽ നിന്നുള്ള സ്മോക്കിലും പിന്നെ അത്തരത്തിലുള്ള ടോക്സിക് ഗ്യാസസ്, അതുപോലെ തന്നെ കെമിക്കൽ വേപ്പേഴ്സ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എയർ പൊല്യൂഷനും കാരണമാകുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കായിട്ടുള്ള അടിസ്ഥാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താണ് നമുക്ക് വായുവായിട്ടുള്ള ഓക്സിജൻ ലഭ്യമാകുന്നത് എയർ വഴിയാണ്. നമ്മുടെ ശരീരം തണുപ്പിക്കാനും അതുപോലെ തന്നെ നമുക്ക് കേൾക്കാനും മണത്തറിയാനുള്ള ആ സ്റ്റിമുലികളെല്ലാം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എയർ വഴിയാണ്. അതുപോലെ തന്നെ അസുഖങ്ങൾ പടരും. നമ്മൾ എയർബോൺ ഡിസീസ് എന്നൊക്കെ നമുക്കറിയാവില്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എയർ വഴിയാണത് പടർന്നു പിടിക്കുന്നതും. പിന്നെ അതുപോലെ തന്നെ പൊല്യൂഷൻ ഉണ്ടാകുന്നതും പ്രധാനമായിട്ട് ഡസ്റ്റ്, സ്മോക്ക്, ടോക്സിക് ഗ്യാസസ്, അതുപോലെ തന്നെ കെമിക്കൽ വെപ്പേഴ്സ് വഴിയൊക്കെയാണ് പൊല്യൂഷൻ ഉണ്ടാകുന്നത്, വായു മലിനീകരണം ഉണ്ടാകുന്നത്. ഇനി നമുക്ക് എയറിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട എയറിൻ്റെ കോമ്പോസിഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനകത്ത് വരുന്നത് നമുക്കിപ്പം അറിയാവില്ലേ, ഒരു മെക്കാനിക്കൽ മിക്സ്ചർ ഓഫ് ഗ്യാസസ് ആണ് എയർ എന്ന് പറയുന്നത്. ഗ്യാസുകളുടെ ഒരു മിക്സ്ചറാണ് എയർ. പലതരത്തിലുള്ള ഗ്യാസുകൾ വന്നിട്ടുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് നൈട്രജനാണ്. 78.1% നൈട്രജനാണ് ടോട്ടൽ എയറിൽ. 78.1% നൈട്രജൻ്റെ അളവ്. അടുത്ത് വരുന്നത് ഓക്സിജനാണ്. 20.93% ഓക്സിജൻ ഉള്ളത്. അതൊന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കണം, പരീക്ഷയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്സിജൻ്റെ അളവ്, എയറിലെ ഓക്സിജൻ്റെ അളവ് എത്രത്തോളമുള്ളതാണ്? 20.93% ഓക്സിജൻ ഉള്ളത്. കാർബൺ ഡൈ ഓക്സൈഡ് വന്ന് 0.03% കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നൈട്രജൻ വരുന്നത് 78.1%, ഓക്സിജൻ ഉള്ളത് 20.93%, കാർബൺ ഡൈ ഓക്സൈഡ് 0.03% പ്രധാനമായിരിക്കുന്ന 3 ഗ്യാസുകളാണ് അളവ് കൂടുതലുള്ളത്. ഇനി ബാക്കിയുണ്ടല്ലോ ഒരുപാട് ഗ്യാസുകൾ വീണ്ടും നടക്കുന്നുണ്ട്. ദ റെസ്റ്റ് ഓഫ് അതർ വേപ്പേഴ്സ്, ട്രസസ് ഓഫ് അമോണിയ, ഡസ്റ്റ്, ബാക്ടീരിയ ആൻഡ് അതർ ഗ്യാസസ് ലൈക്ക് ആർഗൺ, സെനോൺ, നിയോൺ എക്സെട്ര. ഇത്തരം കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള ഗ്യാസുകളെല്ലാം ഒതർ ഗ്യാസസ് എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ പട്ടികപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ അളവുകൾ നിശ്ചിത അനുപാതത്തിലാണ് അതിൻ്റെ അളവുകളും കാര്യങ്ങളുള്ളത്. ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനാണ്. അത് കഴിഞ്ഞാൽ 2ാം സ്ഥാനമാണ് ഓക്സിജൻ വരുന്നത്. പിന്നെ വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് നമുക്ക് പഠിക്കാനുള്ളത് 0.03% കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവുള്ളത്. ഓക്കെ, ഇനിയിപ്പം നമുക്ക് ഇനിയിപ്പം ഇമ്പ്യൂരിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ പൊല്യൂഷൻ്റെ കാര്യം പറഞ്ഞല്ലോ, എയർ പൊല്യൂഷൻ. അപ്പോൾ അതിൽ വരുന്ന ഈ ഇമ്പ്യൂരിറ്റീസ്, മാലിന്യങ്ങൾ, എയറിൽ വരുന്ന മാലിന്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്നത്? അതിൽ വരുന്നത് റെസ്പിറേഷൻ ഓഫ് ഹ്യൂമൻ ആൻഡ് ആനിമൽസ്.
എയറിൽ വരുന്ന ഇമ്പ്യൂരിറ്റീസിൽ വരുന്നതാണ് റെസ്പിറേഷൻ ഓഫ് ഇത് വഴിയാണ് വരുന്നത് കേട്ടോ. റെസ്പിറേഷൻ ഓഫ് ഹ്യൂമൻ ആൻഡ് ആനിമൽസ്, മനുഷ്യരും അതുപോലെ മൃഗങ്ങളും റെസ്പിറേഷൻ ചെയ്യുന്നത് വഴി ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവാം. അടുത്തത് എങ്ങനെയാണ് വരുന്നത്? കമ്പഷൻ ഓഫ് കോൾ ആൻഡ് ഗ്യാസ്, ഓയിൽ എക്സെട്ര അല്ലേ. ഈ കമ്പസ്റ്റൻ ഇത് കത്തിക്കുന്നത് വഴി, ഗ്യാസ് കത്തിക്കുന്നതും കോള് അതുപോലെ തന്നെ ഓയിലും ഇതെല്ലാം കത്തിക്കുന്നത് വഴിയുള്ള ഇമ്പ്യൂരിറ്റീസ് എയറിനകത്തേക്ക് വരാം. ഇനി അടുത്തത് എന്താ വരുന്നത്? ഡികമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റേഴ്സ്. ഓർഗാനിക് മാറ്റേഴ്സിൻ്റെ ഡികമ്പോസിഷൻ വഴിയും എയർ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകും. ഇനി അടുത്ത് വരുന്നത് ട്രേഡ്, ട്രാഫിക് ആൻഡ് മാനുഫാക്ചറിങ് പ്രോസസ് വിച്ച് ഗീവ് ഓഫ് ഡസ്റ്റ്, ഫ്യൂംസ്, വേപ്പേഴ്സ് ആൻഡ് ഗ്യാസസ് അല്ലേ. ഈ ട്രാഫിക് ഇപ്പോൾ നമുക്ക് ട്രേഡ് അല്ലെങ്കിൽ ട്രാഫിക് തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. അപ്പം വായുമലിനീകരണത്തിന് ഏറ്റവും കൂടുതൽ വരുന്നത് വായുമലിനീകരണം ഏറ്റവും കൂടുതൽ വരുന്നത് ട്രാഫിക്കിൽ നിന്ന് വരുന്ന ഈ വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുകയാണെന്നാണ് ഏറ്റവും കൂടുതലായിട്ട് വായുമലിനീകരണം ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ട്രേഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ വരുന്ന പുറന്തള്ളപ്പെടുന്ന പുകയിലും അതുപോലെ തന്നെ മാനുഫാക്ചറിങ് പ്രോസസ്സ് ഇത്തരം മേഖലയിൽ നിന്നെല്ലാം ഒരുപാട് പൊടിപടലങ്ങളും ഫ്യൂംസ്, വെപ്പേഴ്സ് അതുപോലെ തന്നെ ഗ്യാസസ് ഇത്തരം കാര്യങ്ങളൊക്കെ എയർ ഇമ്പ്യൂരിറ്റീസിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇത്തരം ഘടകങ്ങളാണ് എയർ ഇമ്പ്യൂരിറ്റീസിൽ വരുന്നത്. ഓക്കെ. ഇനി അപ്പം നമുക്ക് ഈ ഫ്രഷ് എയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവുക? ഇത്രയും ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഇല്ലാത്തൊരു എയറാണ് നമുക്ക് ശ്വസിക്കാൻ ഏറ്റവും സേഫായിട്ട് ശ്വസിക്കാൻ പറ്റുള്ളൂ അല്ലേ. നമുക്ക് ആരോഗ്യകരമായിട്ട് ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വായുവിൽ ഇത്തരം ഇമ്പ്യൂരിറ്റീസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ശ്വസിക്കുമ്പോൾ നമുക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഇതിനൊരു ക്ലീനിങ് ചെയ്യേണ്ട ഒരു അത്യാവശ്യം ഉണ്ടല്ലേ. അതിൻ്റെ ഒരു സെൽഫ് ക്ലീനിങ് ആയിട്ടുള്ളൊരു ക്ലീനിങ് മെക്കാനിസമാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. സെൽഫ് ക്ലീൻസിങ് മെക്കാനിസം, എയറിൻ്റെ സെൽഫ് ക്ലീൻസിങ് മെക്കാനിസം എന്തൊക്കെ വഴിയാണ് അതിൻ്റെ ഒരു സെൽഫ് ക്ലീൻസിങ് നടത്തുന്നത് എന്ന് നോക്കാം. അല്ലെ, ഫസ്റ്റിൽ വരുന്നത് വിൻഡാണ്. ഏറ്റവും ഫസ്റ്റിൽ വരുന്നത് വിൻഡാണ്. എന്താണ് വിൻഡ് ഏത് തരത്തിലാണ് വിൻഡ് ഒരു ക്ലീൻസിങ് മെക്കാനിസമായിട്ട് പ്രവർത്തിക്കുന്നത്? അതിൻ്റെ പോയിന്റ് ഇങ്ങനെ പറയുന്നുണ്ട്: വിൻഡ് ഡയലൂട്ട്സ് ആൻഡ് സ്വീപ്പ് എവേ ദി ഇമ്പ്യൂരിറ്റീസ് ബൈ ഇറ്റ്സ് മൂവ്മെൻറ്റ്. കാറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് വഴി ഈ ഇമ്പ്യൂരിറ്റീസിനെല്ലാം ഇല്ലാതാക്കുന്നുണ്ട്. ഡൈലൂട്ട്സ് ആൻഡ് സ്വീപ്സ്. ഡൈലൂട്ട് എന്ന് പറഞ്ഞാൽ അതിനെ ഇല്ലാതാക്കുക, കലക്കിക്കളയുക. അതുകൊണ്ട് സ്വീപ്സ് അതിനെ തുടച്ച് മാറ്റുക. വിൻഡ് വഴി, കാറ്റ് വഴി ഇതേപോലെ ഒരു സെൽഫ് ക്ലീൻസിങ് മെക്കാനിസം നടക്കുന്നുണ്ട്. അടുത്തത് എയർ ക്ലീൻസിങ് ചെയ്യുന്നതാണ് സൺലൈറ്റ് വഴി. ഓക്കെ. അപ്പോൾ സൺലൈറ്റ് വഴി എങ്ങനെയാണ് ചെയ്യുന്നത്? ദ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ആൻഡ് സൺലൈറ്റ് പ്ലേസ് ദെയർ ഓൺ പാർട്ട് ബൈ ഓക്സിഡൈസിങ് ഇമ്പ്യൂരിറ്റീസ് ആൻഡ് കില്ലിംഗ് ബാക്ടീരിയ. ഇപ്പം സൺലൈറ്റ് വഴി അതിൻ്റെ ടെമ്പറേച്ചർ വഴി, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ വഴി നമുക്ക് ഇമ്പ്യൂരിറ്റീസിനെ ഓക്സിഡൈസ് ചെയ്യപ്പെടും. ഓക്സിഡൈസിങ് ഇമ്പ്യൂരിറ്റീസ് ആൻഡ് കില്ലിംഗ് ബാക്ടീരിയ നശിപ്പിക്കാനും ഓക്സിഡൈസേഷൻ ചെയ്യാനൊക്കെ സൺലൈറ്റ് സഹായകമാണ്. അപ്പോൾ സൺലൈറ്റ് വഴിയും ഒരു സെൽഫ് ക്ലീൻസിങ് മെക്കാനിസം നടക്കുന്നുണ്ട്. അടുത്തത് ഏത് ടൈപ്പാണ്, ഏത് വഴിയാണ് വരുന്നത് നോക്കാം. റെയിൻ വഴി വരുന്നുണ്ട്. റെയിൻ നല്ലൊരു ക്ലീൻസിങ് മെക്കാനിസമാണ് അല്ലേ. റെയിൻ വഴി ഉണ്ടാകുന്നത് എന്തൊക്കെയാണ്? ഇറ്റ് ക്ലീൻസസ് ദി അറ്റ്മോസ്ഫിയർ ബൈ റിമൂവിങ് ദി സസ്പെൻഡഡ് ആൻഡ് ഗ്യാസസ് ഇമ്പ്യൂരിറ്റീസ്. നമ്മുടെ അന്തരീക്ഷത്തിലെ സസ്പെൻഡഡ് ആൻഡ് ഗ്യാസസ് ഇമ്പ്യൂരിറ്റീസ് അതിനെല്ലാം ഈ മഴ അതിനെല്ലാം ക്ലീൻ ചെയ്യും നമ്മുടെ അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അന്തരീക്ഷം നോക്കിയാൽ അറിയാം വളരെ ക്ലീൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ എയറിലടങ്ങിയിരിക്കുന്ന സസ്പെൻഡഡ് ആയിട്ടുള്ള പൊടിപടലങ്ങളും മറ്റ് ഇമ്പ്യൂരിറ്റീസ് എല്ലാം, ഗ്യാസ് ഇമ്പ്യൂരിറ്റീസ് എല്ലാം ഈ മഴ മുഖാന്തരം അതൊരു ക്ലീൻ ചെയ്യപ്പെടും. അടുത്ത് വരുന്നത് പ്ലാന്റ് ലൈഫാണ്. പ്ലാന്റ് ലൈഫ് വഴി എങ്ങനെയാണ് എയർ ക്ലീൻസിങ് ചെയ്യുന്നത്? ഗ്രീൻ പ്ലാന്റ്സ് യൂട്ടിലൈസ് ദി കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ജനറേറ്റ് ഓക്സിജൻ. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്രീൻ പ്ലാന്റ്സ് ആണ്. ഗ്രീൻ പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് യൂട്ടിലൈസ് ചെയ്തിട്ട് അതിൻ്റെ നമുക്ക് വേണ്ടിയിട്ടുള്ള ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഓക്സിജൻ ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഈ 4 പ്രക്രിയയിലൂടെയാണ് സെൽഫ് ക്ലീൻസിങ് എയർ നടക്കുന്നത്. ഫസ്റ്റിൽ വരുന്നത് എന്താണ്? വിൻഡ് വഴി ചെയ്യുന്നുണ്ട്.
പിന്നെ അതുപോലെ സൺലൈറ്റ് വഴി ചെയ്യുന്നുണ്ട്, റെയിൻ വഴിയുണ്ട്, അതുപോലെ തന്നെ പ്ലാന്റ് ലൈഫ് വഴി ഒരു ക്ലീനിങ് മെക്കാനിസം നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് റൂമിനകത്ത് എയറിൻ്റെ എയർ ഓക്യുപ്പൈഡ് ഇൻ റൂമിനകത്തുള്ള എയറിൻ്റെ അതിൻ്റെ കെമിക്കൽ ചേഞ്ചസുകൾ എങ്ങനെയൊക്കെയാണ്, റൂമിനകത്ത് എയറിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നാണ് അടുത്ത് നോക്കുന്നത്. ദി എയർ ഓക്യുപ്പൈഡ് ഇൻ റൂം, ദി ചേഞ്ചസ് ഇൻ എയർ ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ കൺഫേംഡ് പ്ലേസ് ആർ 2 ടൈപ്സ്. 2 തലത്തിലാണ് ഒരു റൂമിലുള്ള വാതകം എയർ 2 തലത്തിലാണ് അതിൻ്റെ ചേഞ്ചസുകൾ ഉണ്ടാവുക. അല്ലേ? ഓക്കെ, അതിൽ ഫസ്റ്റിൽ വരുന്നത് കെമിക്കൽ ചേഞ്ചാണ് ഉണ്ടാവുക. കെമിക്കൽ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്, പിന്നെ ഫിസിക്കൽ ചേഞ്ചും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ കെമിക്കൽ ചേഞ്ചും 2 തലത്തിലാണ് റൂമിനകത്ത് വാതകം എയർ ചേഞ്ചസുകൾ വരുന്നത്, കെമിക്കലും അതുപോലെ തന്നെ ഫിസിക്കലും. തന്നെ അതിനകത്ത് നമുക്ക് കെമിക്കലായിട്ട് എന്ത് ചേഞ്ചസുകളാണ് റൂമിനകത്ത് വരുന്ന ഗ്യാസിന് എയറിനുണ്ടാകുന്ന കെമിക്കൽ ചേഞ്ചസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കെമിക്കൽ ചേഞ്ചസിൽ വരുന്നത് എന്താണ്? കണ്ടാമിനേഷൻ ബൈ കാർബൺ ഡൈ ഓക്സൈഡ്. റൂമിനകത്താണ് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടാമിനേഷൻ നടക്കും. അങ്ങനെ നമ്മൾ ശ്വാസോച്ഛ്വാസം വഴി നമ്മൾ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് വഴി കണ്ടാമിനേഷൻ ആവാം. കെമിക്കൽ ചേഞ്ചസിൽ വരുന്നതാണ് കണ്ടാമിനേഷൻ ബൈ കാർബൺ ഡൈ ഓക്സൈഡ്. ഡിസീസ് ഇൻ ഓക്സിജൻ കണ്ടൻറ്റ്, ഡിക്രീസ് ഇൻ ഓക്സിജൻ കണ്ടൻറ്റ്. അപ്പം സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, നമ്മളിപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുമ്പോൾ അതുവഴി ഓക്സിജൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഡിക്രീസ് ഇൻ ഓക്സിജൻ കണ്ടൻറ്റ്. ഓക്കെ, ഇനി അടുത്ത് എന്ത് പറയുന്നു? എൻ ആവറേജ് പേഴ്സൺ റെസ്റ്റ് ഗീവ്സ് ഓഫ് 0.7 ക്യൂബിക് ഫീറ്റ് ഓഫ്, ഒരു സ്പേസ് ഉണ്ട്, ആ നോട്ടിനകത്തൊരു സ്പേസ് ഉണ്ട്, ക്യൂബിക് ഫീറ്റ് ആണ്. എൻ ആവറേജ് പേഴ്സൺ ഗീവ്സ് റൈസ് ഓഫ് 0.7 ക്യൂബിക് ഫീറ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പെർ അവർ. ഒരു മണിക്കൂറിൽ ഒരു മനുഷ്യൻ എക്സോസ്റ്റ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവാണ് ഒരു ആവറേജ് പേഴ്സൺ റെസ്റ്റ് ഗീവ്സ് ഓഫ് 0.7 ക്യൂബിക് ഫീറ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഒരു മണിക്കൂറിൽ 0.7 ക്യൂബിക് ഫീറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ഈ കണ്ടാമിനേഷൻ ബൈ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ അതിൻ്റെ അളവാണ് പറഞ്ഞിരിക്കുന്നത് 0.7 ക്യൂബിക് ഫീറ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പെർ അവർ. ഒരു മണിക്കൂറിൽ 0.7 ക്യൂബിക് ഫീറ്റ് ആണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വരുന്നത്. ദിസ് വിൽ ഇൻക്രീസ് അപ് ടു 2 ക്യൂബിക് ഫീറ്റ് ഡ്യൂറിങ് ഫിസിക്കൽ ആക്ടിവിറ്റി. നമ്മളിപ്പോൾ ഒരു റൂമിനകത്ത് എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു അളവ് നമ്മൾ 0.7 ക്യൂബിക് ഫീറ്റ്, അതാണ് ഒരു റെസ്റ്റ് ടൈമിൽ, ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്ത സമയത്ത്, ഒരു നോർമൽ സമയത്ത് ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ്, ഒരു മണിക്കൂറിൽ ഉണ്ടാകുന്ന അളവ്. എന്നിരുന്നാൽ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്കത് 2 ക്യൂബിക് ഫീറ്റ് വരെ അതിൻ്റെ അളവ് ഉയർന്നേക്കാം, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ഉയർന്നേക്കാം. അതുവഴിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടാമിനേഷൻ ആവുന്നത്. കണ്ടാമിനേഷൻ ബൈ കാർബൺ ഡൈ ഓക്സൈഡ് വഴി കണ്ടാമിനേഷൻ ആവുന്നത് കെമിക്കൽ ചേഞ്ചസിൽ. ഇനി അടുത്ത് എന്താ പറയുന്നത്? ഇൻ എ മിക്സ്ഡ് ഗാദറിംഗ് കംപ്രൈസിംഗ് ഓഫ് ആൾ ഗ്രൂപ്പ്സ് ദി പെർ ക്യാപിറ്റ ഔട്ട്പുട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ടേക്കൺ 0.6 ക്യൂബിക് ഫീറ്റ്. നമ്മളിപ്പോൾ ഒരു ഗാദറിംഗ്, ഇപ്പോൾ ഒരു റൂമിലാണെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ അതിൻ്റെ നമ്മളൊരു ആവറേജ് എത്രയാണ് കണക്കാക്കുന്നത്? മിക്സഡ് ഗാദറിംഗ് പറഞ്ഞാൽ ഇപ്പോൾ ഒരു റൂമിനകത്ത് ഒന്നിൽ കൂടുതൽ ആളുകൾ, അങ്ങനെ എന്തെങ്കിലും ഗാദറിംഗ് വല്ലതും ഉണ്ടെങ്കിൽ അപ്പം വരുന്നത് നമുക്ക് പെർ ക്യാപിറ്റ ഔട്ട്പുട്ട് എന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത് 0.6 ക്യൂബിക് ഫീറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആകുമ്പം എത്ര വരുന്നു? 0.7 ക്യൂബിക് ഫീറ്റ് പെർ അവർ വരുന്നു. അത് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് 2 ക്യൂബിക് ഫീറ്റ് പെർ അവർ വരുന്നു. ഇനി ഒരു മിക്സ്ഡ് ഗാദറിംഗ് ആണെങ്കിൽ, ഒരു ഗ്രൂപ്പ് അങ്ങനെ സിറ്റുവേഷൻ ആണെങ്കിൽ അത് ആവറേജ് നോക്കുമ്പോൾ പെർ ക്യാപിറ്റ ഔട്ട്പുട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എത്ര വരുന്നത്? 0.6 ക്യൂബിക് ഫീറ്റ് വരെ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ കെമിക്കലായിട്ടുള്ള ചേഞ്ചസുകൾ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് പോയിന്റ് വരുന്നത് അതിൻ്റെ ഫിസിക്കൽ ചേഞ്ചസ് ആണ്. ഓക്കെ, ഫിസിക്കൽ ചേഞ്ചസിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഞാൻ അതിൻ്റെ ഹെഡിങ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഒന്ന് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിച്ച് കേട്ട് പോകണം. ഫിസിക്കലായിട്ട് എയറിന് ഒരു റൂമിനകത്ത് വരുന്ന ഫിസിക്കൽ ചേഞ്ചസ് എന്തൊക്കെ വരുന്നത്? ഫസ്റ്റ് പോയിന്റ് വരുന്നത് റൈസ് ഇൻ ടെമ്പറേച്ചർ വരുന്നുണ്ട്. അതിൻ്റെ ടെമ്പറേച്ചറിൽ വ്യത്യാസം വരുന്നുണ്ട്, ടെമ്പറേച്ചർ കൂടുന്നുണ്ട് അല്ലേ? റൈസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ് വരുന്നത്? നമ്മളിപ്പം ദി ഇൻഡോർ ടെമ്പറേച്ചർ ടെൻസ് ടു റൈസ് ആസ് എ റിസൾട്ട് ഓഫ്
എമനേഷൻ ഓഫ് ബോഡി ഹീറ്റ്, നമ്മുടെ ശരീരം ചൂടാവുന്നത് വഴി ടെമ്പറേച്ചർ റൈസ് ആവാൻ സാധ്യതയുണ്ട്. റൂമിനകത്ത് നമ്മളിരിക്കുമ്പോൾ നമ്മുടെ ശരീരം ചൂട് വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ചൂട് പുറത്തേക്ക് പോകുമ്പോൾ അതുവഴി എയറിൻ്റെ ടെമ്പറേച്ചർ കൂടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ ടെമ്പറേച്ചർ അതിനെ അളക്കാനുള്ള ഒരു യൂണിറ്റ് ഉണ്ട്, BTU എന്ന് പറയും. ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റാണ് അതിന് പറയുന്നത്, BTU. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ എന്താ വരുന്നത്, നമ്മളിപ്പം റൂമിനകത്ത് ഇരിക്കുമ്പോൾ അതിൻ്റെ ഫിസിക്കൽ ചേഞ്ചസുകളാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. ടെമ്പറേച്ചർ കൂടും, റൈസ് ഇൻ ടെമ്പറേച്ചർ. അപ്പം നമ്മൾ ആ ഇൻഡോർ ടെമ്പറേച്ചർ കൂടും. അതിൻ്റെ ഒരു അത് നമുക്ക് അളക്കാനുള്ള യൂണിറ്റ് BTU ആണ്, ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റാണ്. അപ്പോൾ ഇത് എത്രത്തോളമാണ് വരുന്നത്? ഒരു മണിക്കൂറിൽ 400 BTU ആണ്. എ മാൻ അറ്റ് റെസ്റ്റ് ഗീവ് ഓഫ് അപ്രോക്സിമേറ്റ്ലി 400 BTU പെർ അവർ. ഒരു മണിക്കൂറിൽ 400 BTU ആണ് ഈ ഒരു മനുഷ്യന് റൂമിനകത്ത് ഒരു റെസ്റ്റിംഗ് സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ നിലയിൽ സാധാരണ ഒരു കണ്ടീഷനിൽ 400 BTU ആണ് ഒരു മണിക്കൂറിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ടെമ്പറേച്ചർ ഉണ്ടാവുന്നത്. ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റിൽ വരുമ്പോൾ 400 BTU. ഇനി അടുത്തൊരു കണ്ടീഷൻ എങ്ങനെയാണ്? നമ്മളെന്തെങ്കിലും ഫിസിക്കൽ എക്സസൈസ് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഹീറ്റിൻ്റെ ഔട്ട്പുട്ട് എത്രത്തോളം വരുന്നുണ്ട്? 400 എന്നുള്ള ആ ഒരു നോർമൽ സ്റ്റേജിൽ നിന്നും 4000 BTU വരെയാണ്, അത്ര വരെ എത്തും. ഒരു ഫിസിക്കൽ എക്സസൈസോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചർ നോർമൽ സ്റ്റേജിൽ 400 എന്ന ആ ഒരു BTUവിൽ നിന്ന് അത് 4000 BTU വരെ ഉയരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ടെമ്പറേച്ചർ ഉയരുന്നതിൻ്റെ കണക്കുകൾ, അതാണ് പറയുന്നത്. ഫിസിക്കൽ ചേഞ്ചിൽ ഫസ്റ്റ് വരുന്നത് ടെമ്പറേച്ചർ, റൈസ് ഇൻ ടെമ്പറേച്ചർ കൂടുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താ വരുന്നത്? ഇൻക്രീസ് ഇൻ ഹ്യൂമിഡിറ്റി ഉയരും അല്ലേ? ഹ്യൂമിഡിറ്റി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ദർ ഇസ് ആൻ ഇൻക്രീസ് ഇൻ ദി റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഡ്യൂ ടു മോയ്സ്ചർ ഇവാപ്പറേറ്റഡ് ഫ്രം ദി സ്കിൻ ആൻഡ് ലങ്സ്. നമുക്കിപ്പം റൂമിനകത്താകുമ്പം നമ്മുടെ സ്വെറ്റിംഗ് ഉണ്ടാവും. ഇപ്പം ഇവാപ്പറേറ്റഡ് നമുക്ക് ശ്വാസം വിടുമ്പോഴൊക്കെ അതിൽ നിന്നുള്ള എന്തുണ്ടാവും? ഇവാപ്പറേഷൻ ഉണ്ടാവും, ജലകണികകളുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ വിയർപ്പ് ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജലകണികളുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഇതെല്ലാം കൂടുമ്പോൾ അപ്പോൾ ഹ്യൂമിഡിറ്റി ഒരു കൂടാൻ സാധ്യതയുണ്ട്. ആ ഒരു മോയ്സ്ചർ കണ്ടീഷനിൽ വരുമ്പോൾ ഹ്യൂമിഡിറ്റി കൂടും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാവുക? ദി എക്സ്പയർഡ് എയർ കണ്ടെയ്ൻ എബൌട്ട് 6% ഓഫ് വാട്ടർ വേപ്പർ എന്ന് പറയുന്നത്. നമ്മൾ എക്സ്പയർഡ് എയർ നമ്മൾ ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുമ്പോൾ ആ എക്സ്പയർഡ് എയറിൽ 6% അതാ പറഞ്ഞത് 6% വാട്ടർ വേപ്പർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഇപ്പോൾ ഒരു അഡൽട്ട് പേഴ്സൺ ഒരു 24 മണിക്കൂറിൽ എത്രത്തോളം ഇതേപോലെ ഈ എവാപ്പറേഷനിൽ നിന്ന് എത്രത്തോളം ഗ്രാമാണ് വാട്ടർ വേപ്പർ ഉണ്ടാവുക? അത് പറയുന്നത് 700 grams ആണ് വരുന്നത്. 700 ഗ്രാമാണ് വാട്ടർ വേപ്പറാണ് 24 മണിക്കൂറിൽ ആ ഒരു റെസ്പിറേഷൻ വഴി വാട്ടർ കണ്ടൻറ്റ് നമുക്ക് എയറിലേക്ക് വരുന്നത്. അപ്പോൾ അതുവഴി ഹ്യൂമിഡിറ്റി കൂടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇറ്റ് ഹാസ് ബീൻ കാൽക്കുലേറ്റഡ് ദാറ്റ് ദി ഹ്യൂമൻ ബീയിങ് റിലീസ് 18.4 grams ഓഫ് വാട്ടർ വേപ്പർ പെർ ഹവർ വെൻ സ്ലീപ്പിംഗ്, അബൌട്ട് 170 grams ഓഫ് വാട്ടർ വേപ്പർ വെൻ എൻഗേജ്ഡ് ഇൻ റിയലി വിഗേഴ്സ് എക്സസൈസ്. എന്താ പറയുന്നത്? നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് സാധാരണ ഒരു നിലയിൽ ഇപ്പം ഒരു മണിക്കൂറിൽ 18.4 gram വരെയാണ് ഈ ഒരു വാട്ടർ വേപ്പർ നമുക്ക് ഈ പ്രസ്പിറേഷൻ വഴി വാട്ടർ വേപ്പർ ഉണ്ടാവുന്നത്. ഹ്യൂമിഡിറ്റി കൂടുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇനി നമ്മളെന്തെങ്കിലും ഇപ്പോൾ ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കൽ എക്സസൈസുകൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് 18.4 ഗ്രാമിൽ നിന്ന് 175 gram വരെയാണ് ആ വാട്ടർ വേപ്പറിൻ്റെ അളവ് കൂടുന്നത്. അപ്പോൾ അത് കാരണം ഹ്യൂമിഡിറ്റി കൂടാൻ സാധ്യതയുണ്ട്. ഫിസിക്കൽ ചേഞ്ചിൽ വരുന്ന ഹ്യൂമിഡിറ്റി നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ റെസ്പിറേഷൻ വഴി വരുന്ന വാട്ടർ വേപ്പറും മോയ്സ്ചറും ചേർന്നിട്ടാണ് ഹ്യൂമിഡിറ്റി കൂടുന്നത്, ഫിസിക്കൽ ചേഞ്ചസിൽ വരുന്ന ഹ്യൂമിഡിറ്റി. ഇനി അടുത്തെന്താ പറയുന്നത്? ഡിക്രീസ് ഇൻ എയർ മൂവ്മെൻറ്റ്
ഡിക്രീസ് ആവും. ഡിക്രീസ് ഇൻ എയർ മൂവ്മെൻറ്റ്. എന്താ പറയുന്നത്? അത് നമുക്ക് സാധാരണയായിട്ട് ഇൻ ക്രൗഡഡ് പ്ലേസ് ദി നാച്ചുറൽ മൂവ്മെൻറ്റ് ഓഫ് എയർ ഈസ് ഇമ്പെഡഡ്. അറിയാവില്ലേ, ഈ ഇപ്പം ഒരു റൂമിനകത്ത് തന്നെ അതിനകത്ത് ഒരുപാട് ആളുകളുണ്ടെങ്കിൽ അവിടെ തന്നെ സ്വാഭാവികമായിട്ടും അവിടെ ആ ഫിസിക്കൽ ചേഞ്ചിൽ എയറിൻ്റെ മൂവ്മെൻറ്റ് കുറയും. കാരണം നിറയെ തടസ്സങ്ങളാണ്. ആളുകൾ നിറഞ്ഞിരിക്കുമ്പോൾ തീർച്ചയായിട്ടും എയറിൻ്റെ മൂവ്മെൻറ്റ് കുറയാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത പോയിൻ്റ് എന്താ വരുന്നത്? ബോഡി ഓഡേഴ്സാണ് അല്ലേ, ശരീരത്തിൻ്റെ ദുർഗന്ധം. അത് പറയുന്നത് അൺപ്ലസൻറ്റ് ഓർഡർ റൈസ് ഫ്രം ഫോൾ ബ്രീത്ത്, പെർസ്പിറേഷൻ, ബാഡ് ഓറൽ ഹൈജീൻ, ഡർട്ടി ക്ലോത്ത്സ് ആൻഡ് അതർ സോഴ്സസ്. എങ്ങനെയാണ് വരുന്നത്? ബോഡി ഓർഡർ എങ്ങനെയാണ് വരുന്നത്? ശരീരത്തിൻ്റെ നമുക്ക് ഫോൾ ബ്രീത്ത് വഴി ബോഡി ഓർഡർ എയറിൽ അതിൻ്റെ ഫിസിക്കൽ ചേഞ്ചിൽ ഓർഡേഴ്സ് വരും. അതേപോലെ തന്നെ പെർസ്പിറേഷൻ, ബാഡ് ഓറൽ ഹൈജീൻ, നമ്മുടെ ദന്ത ശുചീകരണം കൃത്യമായിട്ടില്ലെങ്കിൽ വളരെയധികം ദുർഗന്ധം ഉണ്ടാവും. അതേപോലെ തന്നെ ക്ലോത്ത്, നമ്മുടെ വസ്ത്രങ്ങൾ വൃത്തിയായിട്ട് കഴുകിയിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ വിയർപ്പ് പറ്റിയതാണെങ്കിലൊക്കെ ആണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ബോഡി ഓർഡേഴ്സുകളുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഈ ബോഡി ഓർഡേഴ്സ് പ്രൊഡക്ഷനിൽ ആ പ്രൊഡക്ഷൻ നമ്മുടെ അത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ദി സോഷ്യൽ സ്റ്റാറ്റസ്, ഏജ് ആൻഡ് പേഴ്സണൽ ഹൈജീൻ ഓഫ് ദി പീപ്പിൾ. നമ്മുടെ സോഷ്യലായിട്ടുള്ള സ്റ്റാറ്റസും അതേപോലെ തന്നെ ഏജ് എന്ന് പ്രത്യേകം പറയാൻ കാരണം എന്താണെങ്കിലും ഇപ്പോൾ കുഞ്ഞുങ്ങളുള്ള സമയത്താണെങ്കിൽ, കുഞ്ഞുങ്ങളുള്ള റൂമിലൊക്കെ ആണെങ്കിൽ നമുക്ക് അത് എത്രത്തോളം എങ്ങനെയാണത് ഒരു ഹൈജീനിക് കണ്ടീഷനിലേക്ക് എപ്പോഴെപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വരും. പിന്നെ അതേപോലെ കുറച്ച് പ്രായമായിട്ടുള്ളവരാണെങ്കിൽ അവരും ഒരു പ്രത്യേക ഇപ്പം ഡെയിലി മെഡിസിൻ എടുക്കുന്നവർക്കൊക്കെ ഒരു പ്രത്യേക സ്മെല്ലുകളുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ബോഡി ഓർഡേഴ്സ് കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ പേഴ്സണൽ ഹൈജീൻ, പേഴ്സണലായിട്ട് ഹൈജീൻ ഇല്ലാത്തവർക്ക് ഇതേപോലെ ബോഡി ഓർഡേഴ്സ് കൂടാനും സാധ്യതയുണ്ട്. ഓക്കെ, ഫിസിക്കൽ ചേഞ്ചസിൽ വരുന്നതാണ്. അടുത്തത് വരുന്നത് ബാക്ടീരിയൽ പൊല്യൂഷനാണ്. എങ്ങനെയാണ് ബാക്ടീരിയൽ പൊല്യൂഷൻ എന്താണ് സംഭവിക്കുന്നത് ഫിസിക്കൽ ചേഞ്ചിൽ? ബാക്ടീരിയൽ പൊല്യൂഷനിലേക്ക് വരുമ്പോൾ ദി എക്സൈൽഡ് എയർ കണ്ടെയ്നിങ് മൈക്രോ ഓർഗാനിസം ഇൻ സസ്പെൻഷൻ. നമുക്ക് അറിയാമല്ലോ, ഈ അന്തരീക്ഷത്തിൽ മൈക്രോ ഓർഗാനിസം, എയറിൽ മൈക്രോ ഓർഗാനിസംസ്, പാത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസമൊക്കെ ഇഷ്ടം പോലെയുണ്ട്. ഇത് എങ്ങനെയാണത് ബാക്ടീരിയൽ പൊല്യൂഷൻ വരുന്നത്? ദീസ് ആർ പ്രിൻസിപ്പലി സാപ്രോഫൈറ്റിക് ബാക്ടീരിയ ആൻഡ് മേ ഇൻക്ലൂഡ് പാത്തോജനിക് ബാക്ടീരിയ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാത്തോജനിക് ആയിട്ടുള്ള ബാക്ടീരിയകളും ഉണ്ടാവും. ഇതെങ്ങനെ വരുന്നു? ദീസ് ഓർഗാനിസം ആർ ഡിസ്ചാർജ്ഡ് ഇൻ ടു എയർ ഡ്യൂറിങ് കൺവെർസേഷൻ, കഫിങ്, സ്നീസിങ് ആൻഡ് ലൗഡ് ടോക്കിംഗ്. അപ്പോൾ ഏത് തരത്തിലാണ് ബാക്ടീരിയൽ പൊല്യൂഷൻ വരുന്നത്? നമുക്കറിയാലോ, ഇപ്പം കോവിഡ് വന്നപ്പോൾ തന്നെ നമ്മൾ കൃത്യമായിട്ട് മാസ്കൊക്കെ ധരിച്ചിരുന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇങ്ങനെ ഒരു പാത്തോജനിക് ആയിട്ടുള്ള ഒരു ഏജൻറ്റ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് കൃത്യമായിട്ട് ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും അടച്ചു വെക്കണം, മൂക്ക് കുത്തിപ്പിടിക്കണം എന്നൊക്കെ നമുക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു. അപ്പോൾ ഇതുവഴിയൊക്കെ ഈ ബാക്ടീരിയകളും അസുഖത്തിന് കാരണമായിട്ടുള്ള എല്ലാവിധ ഇതും ഇങ്ങനെ പകരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൺവെർസേഷൻ, നമ്മൾ പരസ്പരം അടുത്തു നിന്ന് സംസാരിക്കുന്നത് വഴി, അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ വരെ നമ്മുടെ ഈ രോഗാണുക്കൾ എയർ വഴി ട്രാൻസ്മിറ്റ് ചെയ്ത് മറ്റൊരാളിലേക്ക് അസുഖം കയറിക്കൂടുകയും അതുവഴി അസുഖം പകരുകയും ചെയ്യും. അപ്പം ഫിസിക്കലായിട്ടുള്ള ചേഞ്ചസിൽ ബാക്ടീരിയൽ പൊല്യൂഷൻ വരുന്നത് ഇത്തരം രീതിയിലാണ് വരുന്നത്. അപ്പം ഫിസിക്കൽ ചേഞ്ചസ് എന്താണെന്ന് മനസ്സിലായല്ലോ. അതിൽ 5 പോയിൻറ്റുകളാണ്. ഞാൻ നോട്ടിനകത്ത് പോയിൻറ്റുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് പോവുക. ഓക്കെ, ഇനി നമുക്ക് ഇനി അടുത്ത ഭാഗം വരുന്നത് ഡിസ്കംഫർട്ടാണ്. എന്താണ് ഡിസ്കംഫർട്ട് എന്ന് പറഞ്ഞാൽ? ഡിസ്കംഫർട്ട് ഈസ് സബ്ജക്റ്റീവ് സെൻസേഷൻ വിച്ച് പീപ്പിൾ എക്സ്പീരിയൻസ് ഇൻ ഇൽ വെന്റിലേറ്റഡ് ആൻഡ് ക്രൗഡഡ് റൂംസ്. അല്ലേ, നമുക്കത് ഒരുപാട് പേര് അത് അനുഭവിച്ചിട്ടുണ്ടാവും. ഇല്ലേ, നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു ഇൽ വെന്റിലേറ്റഡ് ആൻഡ് ക്രൗഡഡ് റൂംസ്. ഇപ്പോൾ ഒരു റൂമിൽ പരമാവധിയിലധികം ആളുകൾ നിന്നാൽ നമുക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുകളുണ്ടാവും. നമുക്ക് കൃത്യമായിട്ട് നല്ല രീതിയിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളൂ. കാരണം എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചു, അവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടും, ഓക്സിജൻ്റെ അളവ് കുറയും. അതുവഴി നമുക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പം അതൊക്കെ ഒരു ഡിസ്കംഫർട്ടാണ്. നമുക്കൊരു സുഖമില്ലാത്തൊരു ഒരു ഫീലാണ് ഉണ്ടാവുക.
ഓക്കെ, ദി സെൻസേഷൻ വിത്ത് പീപ്പിൾ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്, നമ്മളത് അനുഭവിച്ച് അറിയുന്നതാണ്. ഓക്കെ, ദിസ് ഈസ് നോട്ട് എക്സാക്ട്ലി ബിക്കോസ് ഓഫ് ദി കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ, നോട്ട് എക്സാക്ട്ലി ബിക്കോസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമിഷൻ മാത്രമല്ല, സ്റ്റഡീസ് ഹാവ് ഷോൺ ദി ഓക്സിജൻ കണ്ടൻറ്റ് ക്യാൻ റിഡ്യൂസ്ഡ് അപ് ടു 18% ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടൻറ്റ് മേ റൈസ് അപ് ടു 5% ഓൺലി. അവിടെ ഇത് പറഞ്ഞതുപോലെ തന്നെ ഓക്സിജൻ്റെ അളവ് 18% കുറയും. ആ ഒരു ലെവലിലാണ് നമുക്ക് ഡിസ്കംഫർട്ടായിട്ട് തോന്നുന്നത്. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കണ്ടൻറ്റ് ഒരു 5% ആണ് കൂടുന്നത്. നമുക്ക് ഡിസ്കംഫർട്ട് എന്നുള്ള ആ ഒരു ഫീല് വരുന്ന സാഹചര്യമാണ് പറഞ്ഞത്. ഓക്സിജൻ കണ്ടൻറ്റ് 18% കുറയപ്പെടുകയും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടൻറ്റ് എത്ര വരുന്നത്, മേ റൈസ് അപ് ടു 5% ഓൺലി, അത്രയുമാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്താ പറയുന്നത്, ഡിസ്കംഫർട്ട് ഈസ് ജനറലി ഹാപ്പനിങ് ഡ്യൂ ടു ദി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, എയർ മൂവ്മെൻറ്റ് ആൻഡ് ഹീറ്റ് റേഡിയേഷൻ. നമ്മൾ നേരത്തെ ഫിസിക്കൽ ചേഞ്ചസുകൾ പഠിച്ചു അല്ലേ, ഫിസിക്കൽ ചേഞ്ചസുകൾ പഠിച്ചു, എന്താണ് ഉണ്ടാകുന്നത്, റൂമിനകത്ത് ഉണ്ടാകുന്ന എയറിൻ്റെ ഫിസിക്കൽ ചേഞ്ചസുകൾ പഠിച്ചു. അതിനകത്ത് നമ്മൾ ടെമ്പറേച്ചർ പഠിച്ചു, എന്താണെന്ന് പഠിച്ചു, ഹ്യൂമിഡിറ്റി പഠിച്ചു, അതിൻ്റെ കൂടെ വരുന്നതാണ് നമുക്ക് മൂവ്മെൻറ്റ്. ഇതൊക്കെ അതിൻ്റെ ഫിസിക്കലായിട്ട് ചേഞ്ചുകൾ വരുന്നതാണ്. അപ്പം ഈ ഡിസ്കംഫർട്ട് എന്ന് വരുമ്പോൾ ഡിസ്കംഫർട്ട് ഈസ് ജനറലി ഹാപ്പനിങ് എങ്ങനെയാണോ ഉണ്ടാകുന്നത്, ഡ്യൂ ടു ദി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ, ടെമ്പറേച്ചർ മാറുമ്പോൾ ഡിസ്കംഫർട്ട് തോന്നും. ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ ഡിസ്കംഫർട്ട് തോന്നും. അതേപോലെ തന്നെ എയർ മൂവ്മെൻറ്റ്, ആ മൂവ്മെൻറ്റ് കുറയുമ്പോഴും നമുക്ക് ഡിസ്കംഫർട്ട് തോന്നും. ഹീറ്റ് ആൻഡ് റേഡിയേഷൻ, ഹീറ്റും ചൂടും റേഡിയേഷനൊക്കെ വരുമ്പോഴും നമുക്ക് ഡിസ്കംഫർട്ട് തോന്നും. ഓക്കെ, പിന്നെ അതിൻ്റെ ഒരു ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്, ദി പ്രോബ്ലം ഓഫ് വെന്റിലേഷൻ ആർ ഫിസിക്കൽ നോട്ട് കെമിക്കൽ, ക്യൂട്ടേനിയസ് ആൻഡ് റെസ്പിറേറ്ററി. പ്രൊഫസർ ലീ പറഞ്ഞിരിക്കുന്നതാണ് ഡിസ്കംഫർട്ടിനെ കുറിച്ച്, പ്രൊഫസർ ലീ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ്. പ്രോബ്ലംസ് ഓഫ് വെന്റിലേഷൻ ആർ ഫിസിക്കൽ നോട്ട് കെമിക്കൽ, ക്യൂട്ടേനിയസ് നോട്ട് റെസ്പിറേറ്ററി. ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കംഫർട്ടിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഇനി അടുത്ത പോർഷൻ വരുന്നത് ഇതിൻ്റെ നമുക്ക് എയർ പൊല്യൂഷനാണ് പഠിക്കാനുള്ളത്. അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച്, ഇത് ഒരു ചെറിയൊരു പോർഷനാണ് ഉള്ളത്, അപ്പോൾ ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് നമുക്ക് ഇനി പഠിക്കാനുള്ളത് എയർ പൊല്യൂഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതൊരു അതിൻ്റെ സ്റ്റാർട്ടിങ് എന്നുള്ള നിലയിലാണ് ചെറിയൊരു വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പം നോട്ടിനകത്ത് ചിലത് ഹെഡിങ് മാത്രം മെയിൻ പോയിന്റുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അതിൻ്റെ വിശദീകരണം ഇതിനകത്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് കേട്ട് പഠിച്ചു പോവുക. ഓക്കെ, താങ്ക് യു.